ഹലോ ഫ്രണ്ട്സ്, നല്ല മഴയൊക്കെ ഉള്ളൊരു സമയമാണ്. നല്ല മഴയെന്ന് പറഞ്ഞാൽ ഡിസംബർ ആയിട്ട് എന്താ ഇങ്ങനത്തെ മഴയെന്ന് അറിയത്തില്ല. അപ്പം മഴയും ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് വന്ന് നമ്മുടെ മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തുവാ? ചായ കുടിക്കുക. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയത്തെ മയിലാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നല്ലൊരു ചായ സ്പോട്ടിലാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു സ്പെഷ്യലാണ്. ഇനി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ പോകാം. രണ്ട് ചായ. നല്ല മൊരിമൊരാന്നുള്ള വീഴുന്നോടാ. അതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചില്ല. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? നമ്മൾ എത്രയൊക്കെ ചായ കുടിച്ചാലും ഈ ചായയും വടയും തമിഴ് ആൾക്കാരുണ്ടാക്കിയ എൻ്റെ രുചി ഒരു പ്രത്യേക രുചിയാണ്. അതെനിക്ക് ഇവിടെ വന്നാൽ കിട്ടും. കാരണം ഞാൻ ആ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ചെന്നൈയിൽ നിന്ന് എനിക്ക് സെയിം ഫീലുള്ളൊരു വട കഴിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നല്ല ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ക്രിസ്പിനെസ്. പിന്നെ ഈ ചായ ശ്രദ്ധിച്ചോ, കറക്റ്റ് കടുപ്പം, കറക്റ്റ് മധുരം, കറക്റ്റ് ചൂട്. അതാണ് അണ്ണാസ് ചായക്കടയിലെ സ്പെഷ്യാലിറ്റി. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ റൂട്ട്, ഇതിപ്പം എം സി അല്ല, നമ്മുടെ കേക്ക റോഡിൻ്റെ ബൈപ്പാസാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കുമ്മളിക്കുള്ള വഴിയാണിത്. കേക്ക റോഡ് നമുക്ക് എം സി റോഡ് അവിടെ നിന്ന് കട്ട് ചെയ്ത്, എം സി റോഡ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കട്ട് ചെയ്ത് നേരെ പോകുന്ന വഴിയാണിത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കട ലൊക്കേറ്റ് ചെയ്യുന്നത്. മയിലാടി ഐറാസ്കാർഫിൻ്റെ അടുത്താണ് വരുന്നത്. എല്ലാവരും ജീവിതത്തിൻ്റെ ഒക്കെ തിരക്കുകളിൽ ഒരു നേരത്തെ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷമാണ്. അപ്പം നമ്മളെപ്പോഴും മിക്ക ആൾക്കാരും വീട്ടുകളിലും അല്ലെങ്കിൽ ജോലികളിലും മാത്രം ഇങ്ങനെ ഒതുങ്ങി പോകുന്ന സമയത്ത് ഇതുപോലെ ചായയിലൊക്കെ കടയിലൊക്കെ വന്ന് ഒരു ചായ കുടിക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് മെയിലായാലും ഫീമെയിലായാലും നിങ്ങൾ അവരോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ഔട്ടൊക്കെ വരിക, ഒരു ചായ കുടിക്കുക. അത്രയ്ക്ക് ഇപ്പോൾ എനിക്ക് പല സമയത്തും പല ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുമ്പോൾ ഞാൻ ചായ വന്ന് കുടിക്കും. ഇപ്പോൾ എന്തൊക്കെ ടെൻഷനാണ് ആ ചായ കുടിക്കുന്ന സമയത്ത് ആ വരുന്ന വരവും ഒത്തിരി ആൾക്കാരിടയ്ക്ക് നമ്മൾ ചായ കുടിക്കുന്ന ആ ഫീലൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇവിടുത്തെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാമെന്നൊരു ഡൗട്ടുണ്ട്. ഇതുണ്ടോ, അൽത്തമാർ ഡേറ്റ്സ് ആൻഡ് നട്ട്സ്, ഡ്രൈഡ് ഫ്രൂട്ട്സിൻ്റെ നട്ട്സിൻ്റെയൊക്കെ ഒരു വലിയ ശേഖരമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ചാനലിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ചായ കുടിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോഴേക്കും ഒരു കാര്യം കണ്ട് നിങ്ങളെ കൂടെ എനിക്ക് കാണിക്കാമെന്ന് തോന്നി. ഇത് എങ്ങോട്ട് നോക്കി ചന്ദ്രനെയും കണ്ടോ, എന്തോ രസമല്ലേ. ചില സമയത്ത് പ്രകൃതി വരെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ സീനറീസ് ഒരുക്കി തരും. നമ്മുടെ വിഷയങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾ ചിലരൊന്നും കാണത്തില്ല, നമ്മുടെ കണ്ണുകൾ തുറന്ന് കാണത്തില്ല. നമ്മളെല്ലാവരും എന്താ ഒരു ടെക്നോളജിക്കൽ യുഗത്തിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പറ്റുമെങ്കിൽ നമ്മുടെ കണ്ണുകളൊക്കെ തുറന്ന് ഇതുപോലത്തെ ഉള്ള ബ്യൂട്ടിഫുൾ കാഴ്ചകൾ കാണാൻ നല്ല രസമുണ്ട്. ആ ഒരു ബ്യൂട്ടി കണ്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാനോ അല്ലെങ്കിൽ ഒത്തിരി വലിയ കാര്യം കാണിക്കണമെന്നല്ല ഉദ്ദേശിച്ച്, ജസ്റ്റ് എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു ചെറിയ കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം നിങ്ങളുടെ എല്ലാം മുന്നിലൊന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാനിന്ന് ശ്രമിച്ചത്. അപ്പോൾ ഇതിന് ഒത്തിരി പോരായ്മകളുണ്ടായിരിക്കാം, നെഗറ്റീവ്സ് ഉണ്ടായിരിക്കാം. എല്ലാം നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നൊരു കമൻറ്റായിട്ട് ഇടുക. പിന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇസ്മിയാഗിൽ സൈനിങ് ഓഫ്.